അങ്ങനെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഏറെ നാളായി വൈഎസ് ശർമിളയെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുന്നു. ഇപ്പോൾ ആ വാർത്തയ്ക്ക് അന്തിമമായിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജി രുദ്ര രാജു രാജിവെച്ചിരിക്കുന്നു. വൈഎസ് ശർമിളയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് നിലവിലെ PCC അധ്യക്ഷന്റെ ഈ രാജി. PCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന വൈഎസ് ശർമിള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഹോദരൻ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി നയിക്കുന്ന YSR കോൺഗ്രസിനെ സംസ്ഥാനത്ത് നേരിടും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളായാലും മറ്റെവിടെയായാലും കോൺഗ്രസ് പാർട്ടി തന്നെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്ന എല്ലായിടത്തും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ശർമിള നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ PCC പ്രസിഡന്റിനെ പാർട്ടി പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. അടുത്തിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ശർമിള തന്റെ YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കുകയും ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. 13 വർഷത്തിനു ശേഷമാണ് YS ശർമിള കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഏറ്റവും ശക്തമായ നീക്കമായിട്ടാണ് YS ശർമിളയെ പാർട്ടിയിലേക്ക് എത്തിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിലൂടെ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ YS രാജശേഖർ റെഡ്ഡിയുടെ പൈതൃകവും രാഷ്ട്രീയ പാരമ്പര്യവും അവകാശപ്പെടാനും കോൺഗ്രസിന് സാധിക്കും. YS രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് പിന്നാലെ കോൺഗ്രസുമായി അദ്ദേഹത്തിന്റെ കുടുംബം തെറ്റിപ്പിരിയുകയായിരുന്നു. ഇതിനുശേഷമാണ് മകൻ ജഗൻമോഹൻ റെഡ്ഡി YSR കോൺഗ്രസ് രൂപീകരിക്കുന്നതും ആന്ധ്രയിൽ അധികാരം പിടിക്കുന്നതും. ആദ്യഘട്ടത്തിൽ സഹോദരി ശർമിളയും ജഗന്റെ പാളയത്തിലായിരുന്നു. എന്നാൽ പിന്നീട് തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം പാർട്ടി രൂപീകരിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശർമിളയെ മുന്നിൽ നിർത്തിയായിരിക്കും കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡിയെ നേരിടുക. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളായി വിഭജിച്ചതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേവലം 2% താഴെ വോട്ടുകളുള്ള പാർട്ടിയായി ചുരുങ്ങിപ്പോയ കോൺഗ്രസിന് ജീവൻ പകരുക എന്നതാണ് ശർമിളയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. തെലങ്കാനയിൽ കോൺഗ്രസിന്റെ ഭാഗമാകാൻ ശർമിള ആദ്യം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും രേവന്ത് റെഡ്ഡിയുടെ കടുത്ത എതിർപ്പുകൾ മൂലം അത് നടക്കാതെ വരികയായിരുന്നു. അന്ന് ശർമിള പറഞ്ഞത് ഇങ്ങനെയാണ്: YSR തെലങ്കാന പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ്. അതെല്ലായ്പ്പോഴും ഇന്ത്യയുടെ യഥാർത്ഥ സംസ്കാരം ഉയർത്തിപ്പിടിച്ചു. കോൺഗ്രസ് നമ്മുടെ രാഷ്ട്രം കെട്ടിപ്പടുത്തു. എല്ലാ സമുദായങ്ങളെയും അചഞ്ചലമായി സേവിക്കുകയും ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് പാർട്ടിയിൽ ചേർന്ന ശേഷം ശർമിള പറഞ്ഞത്. അതേസമയം തെലങ്കാനയിലെ കോൺഗ്രസിന്റെ വിജയത്തിന് തനിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷമുണ്ടെന്നും കർണാടക, തെലങ്കാന വിജയങ്ങൾക്ക് കാരണമായത് ഭാരത് ജോഡോ യാത്രയാണെന്നും രാഹുൽ ഗാന്ധിക്ക് തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെന്നുമാണ് ശർമിള പറഞ്ഞത്.